പുതിയൊരു അഡ്മിഷൻ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കണ്ണൂർ സർവകലാശാല ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെടുത്തിയിട്ട് നേരത്തെ തന്നെ അവരുടെ ട്രയൽ അലോട്ട്മെന്റ് ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ട്രയൽ അലോട്ട്മെന്റ് ഫലം എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതും ട്രയൽ അലോട്ട്മെന്റ് ഫലത്തിന് ശേഷം വിദ്യാർത്ഥികൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതും അവരുടെ ആപ്ലിക്കേഷനിൽ എങ്ങനെ എഡിറ്റ് വരുത്താം എന്നുള്ളതുമായി വളരെ വിശദമായ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടുകൊണ്ട് അവരുടെ ആപ്ലിക്കേഷൻ നടപടികളിൽ വേണ്ട തിരുത്തലുകൾ വരുത്തുവാൻ സാധിക്കുന്നതാണ്. എല്ലാ വിദ്യാർത്ഥികളും അവരുടെ ഓപ്ഷനിലും മറ്റും തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ സെപ്റ്റംബർ 6 5 മണിക്ക് മുമ്പ് വരെ അവർക്ക് അത്തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ അവരുടെ ആപ്ലിക്കേഷനിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത്തരം തെറ്റുകളും ഈ പറയുന്ന സെപ്റ്റംബർ 6 തീയതി 5 മണിക്കുള്ളിൽ തന്നെ ആ തെറ്റുകൾ തിരുത്തേണ്ടതാണ്. സെപ്റ്റംബർ 8 തീയതി തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് ഫലം യൂണിവേഴ്സിറ്റി പ്രഖ്യാപിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ്, ഈ പറയുന്ന ഒരുപാട് അലോട്ട്മെന്റുകളും സ്പോട്ട് അഡ്മിഷൻ, അതുപോലെ തന്നെ കോളേജ് അഡ്മിഷൻ, ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അഡ്മിഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഓരോ ഘട്ടത്തിലും നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത്തരം വീഡിയോകൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് ട്രയൽ അലോട്ട്മെന്റ് ഫലം പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക്, ട്രയൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം, ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ അഡ്മിഷൻ സാധ്യതകൾ എങ്ങനെ വിലയിരുത്താം എന്നുള്ളതുമാണ്. അപ്പോൾ നമ്മൾക്ക് വിശദമായ ആ കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ അഡ്മിഷൻ വെബ്സൈറ്റ് നിങ്ങൾക്ക് അറിയാം. അതിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക. അതിൽ ചെയ്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് വിളിച്ചു കഴിഞ്ഞ് ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഹോം പേജിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അവിടെയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റുകളും അതുപോലെ തന്നെ നിങ്ങളുടെ ഓപ്ഷനിലുള്ള മാറ്റങ്ങളും നിങ്ങൾ അവിടെ വരുത്തേണ്ടത്. എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയാലും വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഫൈനലായിട്ട് കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം ഫൈനൽ പ്രിന്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ പുതുക്കിയ നിങ്ങളുടെ ഈ പ്രൊഫൈൽ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതാണ്. പിന്നീട് അത് പ്രിന്റ് എടുക്കേണ്ടതാണ്. അത് അഡ്മിഷന്റെ സമയത്ത് ഹാജരാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയുമാണ് എന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക്, ട്രയൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ സൈറ്റിൽ തന്നെ അതിനുള്ള വിൻഡോ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്നവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ വിൻഡോയെ കുറിച്ച് പറയുമ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥിയാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ കാറ്റഗറിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ ലഭിച്ച വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണ് എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇൻഡെക്സും ആ ഇൻഡെക്സും തമ്മിൽ കമ്പയർ ചെയ്യുക. അത് വലിയ അന്തരമില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് വരുന്ന അലോട്ട്മെന്റുകളിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതല്ല, നിങ്ങളുടെ ഇൻഡെക്സും അവിടെ കിട്ടിയ കുട്ടിയുടെ ഇൻഡെക്സും നിങ്ങളുടെ കാറ്റഗറിയുമായി ബന്ധപ്പെടുത്തി കിട്ടിയ കുട്ടിയുടെ ഇൻഡെക്സും വളരെയധികം ദൂരമുള്ള അന്തരമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുവാൻ ചാൻസ് വളരെ കുറവാണ് എന്ന് നമ്മൾക്ക് അനുമാനിക്കാൻ വേണ്ടി പറ്റും. അത്തരം കാര്യങ്ങൾ നമ്മൾ പറയുന്നതും അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും ഇത്തരം ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ചെക്ക് ചെയ്തുകൊണ്ടായിരിക്കണം. അപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നത്, ഇവിടെ നിങ്ങൾക്ക് ഏത് പ്രോഗ്രാമാണ് ആ പ്രോഗ്രാം ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ ആ പ്രോഗ്രാം ഓഫർ ചെയ്യുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എല്ലാ കോളേജുകളും താഴെ ഡിസ്പ്ലേ ആയിട്ട് വരുന്നതായിട്ട് കാണാം. ആ കോളേജിൽ ഈ കോഴ്സുകളിൽ ആ കോളേജുകളുടെ ഓപ്ഷൻ കോളേജുകളുടെ ലിസ്റ്റ് താഴെ വരും. അതിപ്പോൾ ഞാനിവിടെ BA ഹിസ്റ്ററി എന്നാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതിന് താഴെ ഈ പറയുന്ന 15ഓളം കോളേജുകളിൽ BA ഹിസ്റ്ററി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കോളേജുകളിൽ ഇപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് ലഭിച്ച ഏറ്റവും ലീസ്റ്റായ ഇൻഡെക്സ് മാർക്കാണ് ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജനറൽ കാറ്റഗറി നമ്മൾക്ക് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉദുമ കുണിയ, അവിടെ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ജനറൽ മെറിറ്റിലേക്ക് സീറ്റ് കിട്ടിയ വിദ്യാർത്ഥിയുടെ അവസാനമായി സീറ്റ് കിട്ടിയ വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 1150 ആണ്. അതായത് ജനറൽ മെറിറ്റ് സീറ്റിലേക്ക് 50% ജനറൽ മെറിറ്റ് സീറ്റാണ്. ആ സീറ്റിലേക്ക് അലോട്ട്മെന്റ് ലഭിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാവും. ആ വിദ്യാർത്ഥികളിൽ ഏറ്റവും കുറവ് ഇൻഡെക്സ് ഉള്ള വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് ആണ് 1150 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സും ഈ ഇൻഡെക്സും തമ്മിൽ കമ്പയർ ചെയ്യുക. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനടുത്ത് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റിൽ അവിടെ അല്ലെങ്കിൽ തുടർന്ന് വരുന്ന അലോട്ട്മെന്റുകളിൽ നിങ്ങൾക്ക് ജനറൽ മെറിറ്റ് സീറ്റിലേക്ക് തന്നെ അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയും ഉണ്ട്.
ഇനി അടുത്ത കാറ്റഗറി SCBCയിൽ പെടുന്ന ഈഴവ കാറ്റഗറിയാണ്. ഈഴവ കാറ്റഗറിയിലും ലഭിച്ച വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് 1150 തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് നോക്കുക. ആ കാറ്റഗറിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ഇൻഡെക്സ് ആണ് ഇവിടെ കാണുവാൻ പറ്റും. ഇപ്പോൾ മുസ്ലിം SCBC മുസ്ലിം കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥിക്ക് 1148 ഇൻഡെക്സ് ഉള്ള വിദ്യാർത്ഥിക്കാണ് അവസാനമായി ലഭിച്ചത്. അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സും, നിങ്ങൾ മുസ്ലിം കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ ഇൻഡെക്സും ഈ ഇൻഡെക്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വലിയ ദൂരമില്ലെങ്കിൽ അല്ല വലിയ അന്തരമില്ലെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് വരുന്ന അലോട്ട്മെന്റ് ലഭിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അങ്ങനെ ഓരോ കാറ്റഗറിയിലും വെച്ച് നമ്മൾക്ക് നോക്കുവാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ കാറ്റഗറിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാറ്റഗറിയുമായി നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അടുത്ത അലോട്ട്മെന്റിൽ സീറ്റ് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു അനുമാനത്തിലെത്തുവാൻ സഹായിക്കുകയും ചെയ്യും. ഇങ്ങനെ ഓരോ കോളേജുകളും നിങ്ങൾക്ക് ആവശ്യമുള്ള കോളേജുകൾ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത്, ആ കോഴ്സ് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് മാറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളെ കോഴ്സുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ ആ മാർക്കൊക്കെ അവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിക്ക് സ്വന്തം തന്നെ ആ വിദ്യാർത്ഥിക്ക് എങ്ങനെ തൻ്റെ അഡ്മിഷൻ സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ഇൻഡെക്സ് മാർക്ക് ഫെസിലിറ്റി യൂണിവേഴ്സിറ്റി സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ BCom കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്നു. BCom കോർപ്പറേഷൻ ഓഫർ ചെയ്യുന്ന 47ഓളം കോളേജുകൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുണ്ട്. ആ കോളേജുകളിലെ മാർക്കാണ്, ഇൻഡെക്സ് മാർക്കാണ് ഇവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡെക്സുമായി കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് തന്നെ സാധ്യത മനസ്സിലാക്കുവാൻ വേണ്ടി പറ്റുന്നതാണ്. വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ അവരുടെ ട്രയൽ അലോട്ട്മെന്റിന്റെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് നോക്കി അവർക്ക് അഡ്മിഷൻ ലഭിക്കുവാൻ സാധ്യതയുള്ള കോളേജുകൾ മനസ്സിലാക്കി വെച്ചതിന് ശേഷം അത്തരം കോളേജുകൾ ഇതുവരെയും നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കോളേജുകളെ നിങ്ങൾക്ക് ഇപ്പോൾ ആഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. സെപ്റ്റംബർ 6-ാം തീയതി 5 മണി വരെ മാത്രമേ വിദ്യാർത്ഥികൾക്ക് അത്തരം തിരുത്തലുകൾ വരുത്തുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ കോളേജുകളിൽ നിങ്ങൾക്ക് പഠിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ കോഴ്സുകളിൽ പഠിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത്തരം കോളേജുകൾ നിങ്ങളുടെ ഓപ്ഷനിൽ ആഡ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് പഠിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ വിൻഡോയിലേക്ക് പോകുവാൻ വേണ്ടി പറ്റും. അവിടെ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജ് ഓപ്ഷൻ അതിൽ ആഡ് ചെയ്യുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അത് നേരത്തെ തന്നെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയാണ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ വിൻഡോയിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അവിടെ ഏറ്റവും താഴെയായിട്ട് ഓപ്ഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു വിൻഡോ ഉണ്ട്. ആ ഓപ്ഷൻ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരത്തെ കൊടുത്ത ഓപ്ഷനുകൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട് കാണാം. അവിടെ എഡിറ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് ആഗ്രഹമുള്ള കോളേജുകൾ അവിടെ ആഡ് ചെയ്യുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ കോഴ്സും അതുപോലെ തന്നെ കോളേജും സെലക്ട് ചെയ്ത് ആഡ് യുവർ ഓപ്ഷൻ എന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാകും. അതിനുശേഷം സേവ് ആൻഡ് റിഫ്രഷ് ഓൾ ഓപ്ഷൻ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ഓൾ ഓപ്ഷൻ എന്നുള്ളതും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പുതുക്കിയ പ്രിന്റ് ഔട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ എടുത്തു വെക്കേണ്ടതാണ്. അത് അഡ്മിഷന്റെ സമയത്ത് നിങ്ങൾ ഹാജരാക്കേണ്ട പ്രധാനപ്പെട്ട രേഖകളിൽ ഒരു രേഖയുമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അഡ്മിഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഓരോ ഘട്ടത്തിലും ഓരോ അലോട്ട്മെന്റുകളിലും എന്തൊക്കെയാണ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ അതിനു മുൻപ് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അഡ്മിഷനുമായി ബന്ധപ്പെടുത്തിയുള്ള എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്കുള്ള മറുപടി നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിനാവശ്യമായ ഗൈഡൻസ് നൽകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തും വയ്ക്കുക. അത്തരത്തിൽ സെറ്റ് ചെയ്ത് വെച്ചാലേ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം.